ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് പാർട്ടാണ് തുടങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് എന്തൊക്കെ പഠിച്ചു? യൂണിറ്റ് എന്ന പാർട്ട് പഠിച്ചു. അതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, സ്പേസ് ക്വാണ്ടിറ്റീസ് എന്നിവയെക്കുറിച്ച് പഠിച്ചു അല്ലേ? അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. ഈ സെക്കൻഡ് പാർട്ട് എൻ്റെ തുടങ്ങാൻ പോകുന്നത് ഡയമെൻഷൻസ് ആൻഡ് വെക്റ്റേഴ്സ്. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആരംഭിക്കുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ, ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. രണ്ട് തരം ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചു. അതിൻ്റെ യൂണിറ്റ്സിനെ പറ്റിയും പഠിച്ചു. ഇനി അവയുടെ ഡയമെൻഷൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മോസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് 5 ബേസിക് ഡയമെൻഷൻസ്. 5 ഡയമെൻഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോണത്. 5 ഡയമെൻഷൻസ് അല്ല, 5 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് വെച്ചിട്ട്. മനസ്സിലായോ? അത് നമ്മൾ 7 ബേസ് ക്വാണ്ടിറ്റീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആ 7 ബേസ് ക്വാണ്ടിറ്റീസിൽ ഈ 5 എണ്ണം മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ, ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. മാസിന് ക്യാപിറ്റൽ ലെറ്റർ M, ലെങ്ത്തിന് ക്യാപിറ്റൽ ലെറ്റർ L, ദെൻ ടൈം ക്യാപിറ്റൽ ലെറ്റർ T, ദെൻ ഇലക്ട്രിക് കറൻറ്റ് ക്യാപിറ്റൽ ലെറ്റർ I ആൻഡ് ടെമ്പറേച്ചർ തീറ്റ. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന തീറ്റ. ഓക്കെ, ഈ 5 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് ഇത് വെച്ചിട്ടാണ് ബാക്കിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, നോക്കൂ, വോളിയം. എന്താണ് വോളിയം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? അതാണ് വോളിയം. ഒരു ബീക്കറിൽ ഒരു വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം L ഇൻറ്റു B ഇൻറ്റു H അല്ലേ? L എന്ന് പറഞ്ഞാൽ നീളം, ലെങ്ത്ത്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതിയും എന്ത് തന്നെയാണ്? നീളം, ലെങ്ത്ത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഉയരവും എന്ത് തന്നെയാണ്? ലെങ്ത്ത്, L. അപ്പോൾ മൂന്നും L. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിന് നമുക്ക് എങ്ങനെ പറയാം? ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത്ത് എന്ന് പറയാം അല്ലേ? അതായത് L3, L⁻3. അപ്പോൾ ലെങ്ത്തിൻ്റെ നമ്മൾ സിമ്പിൾ എന്താണെന്ന് പറഞ്ഞു? ക്യാപിറ്റൽ ലെറ്റർ L ആണെന്ന് പറഞ്ഞു. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ L ഇൻറ്റു L, അതായത് L3, L⁻3. അപ്പോൾ വോളിയത്തിന് നമ്മൾ എങ്ങനെ വോളിയത്തിൻ്റെ ഡയമെൻഷൻസിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? L⁻3. സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണിത്. ഒരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം. ഡെൻസിറ്റി എന്താണ്? വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് എന്ത്? ഡെൻസിറ്റി. വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് അല്ലേ? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എന്താണെന്ന് പറഞ്ഞു? L3 ആണെന്ന് പറഞ്ഞു. മാസ് എന്താണ്? M ആണ്. അപ്പോൾ മാസ് ഡിവൈഡഡ് ബൈ L3. അപ്പോൾ ഡിവൈഡഡ് ബൈ L3നെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? മാസ് ഇൻറ്റു L⁻3. -3 എന്ന് വരാൻ കാരണം മാസ് ഡിവൈഡഡ് ബൈ L⁻3 ആയിരുന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ L⁻3 നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ L⁻3 ആയി. ഡിവിഷന് അവരുടെ മൾട്ടിപ്ലിക്കേഷനുമായി. അതായത് മാസ് ഇൻറ്റു L⁻3. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. സ്പീഡ് അല്ലേ? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ഓർ ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം. എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? ലെങ്ത്ത്, എത്ര ഡിസ്റ്റൻസ് നമ്മൾ പോയി, ലെങ്ത്ത് ഡിവൈഡഡ് ബൈ എത്ര സമയത്തിനുള്ളിൽ നമ്മളവിടെ എത്തി, ടൈം. ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ടൈം. ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ ലെറ്റർ L കൊണ്ട്. ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ ലെറ്റർ T കൊണ്ട്. അപ്പോൾ L ഡിവൈഡഡ് ബൈ T ആണ്. ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ നമ്മൾ ടൈമിനെ മുകളിലേട്ടുണ്ട്, ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഇൻറ്റു ആക്കി മുകളിലേട്ടുണ്ട്. അപ്പോൾ T⁻⁻1. മറ്റേത് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ L ഡിവൈഡഡ് ബൈ T⁻1 ആണ്. T വെറുതെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ⁻1 ഉണ്ടെന്ന് അർത്ഥം. L വെറുതെ എഴുതിയാൽ എന്താണ് അതിൻ്റെ അർത്ഥം? L⁻1 എന്നാണ് അർത്ഥം. നമ്മൾ 1 റെപ്രസെൻ്റ് ചെയ്യില്ല, എഴുതാറില്ല. L എന്ന് പറഞ്ഞാൽ L⁻1 എന്നാണ് അർത്ഥം. അപ്പോൾ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ T⁻1. T മുകളിലോട്ടുണ്ടാകുമ്പോൾ -1 ആവും. അപ്പോൾ സ്പീഡ് എന്താണ്? L ഇൻറ്റു T⁻1. അപ്പോൾ ഒന്നുകൂടി നോക്കി, വോളിയത്തിൻ്റെ ഡയമെൻഷൻ L3, ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ M ഇൻറ്റു L⁻3. സ്പീഡ് എന്താണ്? ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം.
അതിൻ്റെ ഡയമെൻഷൻ L×T⁻⁻1. അപ്പോൾ ഡയമെൻഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ടെക്സ്റ്റിൻ്റെ PDF നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും കയ്യിൽ, NUSൻ്റെ. ഇതിനെപ്പറ്റി വിശദീകരിച്ച് കുറേ എക്സാമ്പിൾ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും നോക്കണം കേട്ടോ. ഞാനിവിടെ 3 എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി എക്സാമ്പിൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അറിഞ്ഞിരിക്കണം. ശരി ഉത്തരം സെലക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം നമുക്ക് നോക്കുമ്പോൾ. അപ്പോൾ അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് വെക്റ്റേഴ്സ് ആൻഡ് സ്കെയിലേഴ്സ് അല്ലേ. സ്കെയിലാർ ക്വാണ്ടിറ്റി ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റി. എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി? ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ പെട്ടത് തന്നെയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും. അതിനെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡിൻ്റെയും ഡയറക്ഷൻ്റെയും കേസിൽ. അതാണ് വെക്റ്റേഴ്സ് ആൻഡ് സ്കെയിലാർസ്. നോക്കി, എ സ്കെയിലാർ ക്വാണ്ടിറ്റി ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. എ വെക്റ്റർ ക്വാണ്ടിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതായത് അളവുണ്ട്. വെക്റ്റർ ക്വാണ്ടിറ്റിക്കോ അളവുമുണ്ട് ഡയറക്ഷനുമുണ്ട്. സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഇല്ല എന്നാണ് പറയണേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയേ, വോളിയം അല്ലേ. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ വോളിയം. അപ്പോൾ വോളിയം നമുക്ക് അളക്കാൻ കഴിയും, ഒരു ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് അളക്കുമ്പോൾ കിട്ടും. പക്ഷേ എന്താണ്? ഡയറക്ഷനുണ്ടോ വെള്ളത്തിന്? വെള്ളം ബീക്കറിൽ വെറുതെ ഇരിക്കുന്ന വെള്ളത്തിന് പ്രത്യേകിച്ച് ഡയറക്ഷനൊന്നുമില്ല, പ്രത്യേകിച്ച് ദിശയൊന്നുമില്ല. അതിൻ്റെ വോളിയം മാത്രമേ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ അളക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വോളിയം ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഡെൻസിറ്റി, ലെങ്ത്ത്, ഇതെല്ലാം എന്താണ്? ഏരിയ, സ്പീഡ്, ഇതെല്ലാം എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി നോക്കിയേ, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, മൊമെൻറ്റം, ഫോഴ്സ് അല്ലേ. അതായത് ഇപ്പോൾ ഫോഴ്സ്, ഒരു എക്സാമ്പിൾ ഫോഴ്സ് എടുക്കാം. ഫോഴ്സ് ഇപ്പോൾ എൻ്റെ ഇവിടെ എൻ്റെ സൈഡിലൊരു ബുക്ക് ഇരിപ്പുണ്ട്. ആ ബുക്കിനെ ഞാൻ നീക്കണത് ഇപ്പോൾ ഞാൻ റൈറ്റിലേക്കാണ് നീക്കണമെങ്കിൽ എന്താണ്? റൈറ്റ് സൈഡിലേക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട് അതിന്. പിന്നെ എത്ര ദൂരം ഞാൻ നീക്കി? 5 സെൻറ്റിമീറ്റർ റൈറ്റിലേക്ക് ഞാൻ നീക്കി. അപ്പോൾ എന്താണ്? ഒരു ന്യൂമറിക്കൽ വാല്യൂ 5 സെൻറ്റിമീറ്റർ. 5 എന്ന് പറഞ്ഞ ന്യൂമറിക്കൽ വാല്യൂ ആണ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ റൈറ്റ് സൈഡിലേക്ക് നീക്കി, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ളതാണ് എന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ആൻഡ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതാണ് എന്ത്? സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്കെയിലാർ ക്വാണ്ടിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ? വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡുമുണ്ട് ഡയറക്ഷനുമുണ്ട്. അതേസമയം സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യണത്. കണ്ടോ? വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡയറക്ഷനുണ്ട് വെലോസിറ്റിക്ക്. ഡിസ്പ്ലേസ്മെൻറ്റ്, പോയ ദൂരം, ഏത് ദിശയിലേക്ക് പോയി, എത്ര ദൂരം പോയി. ഓക്കെ, അങ്ങനെ അതാണ് വെക്റ്റേഴ്സും സ്കെയിലാർസും ഡിഫറൻസ്. എക്സാമ്പിൾ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ രണ്ടിൻ്റെയും. ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം. വെക്റ്റർ. എ വെക്റ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ലൈൻ വിത്ത് ആൻ ആരോ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് ഡയറക്ഷൻ. ടേക്ക് എ വെക്റ്റർ എ ബി. ഇത് എ ബി എന്ന് പറയുന്ന വെക്റ്ററാണെന്ന് വെച്ചോ. ടെയിൽ എ, ഹെഡ് ബി. ഹെഡിൻ്റെ അവിടെ കണ്ടോ ഒരു ആരോ മാർക്ക് കണ്ടോ? ഈ ആരോ മാർക്ക് എന്താ സൂചിപ്പിക്കണത്? അത് പോയിരിക്കുന്നത് ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്ന ഡയറക്ഷനിലേക്ക്, ഈ ദിശയിലേക്കാണ് എന്ത്? ഈ വെക്റ്റർ സഞ്ചരിച്ചിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ്, എത്ര നീളമുണ്ട് ഇതിന്, അതിൻ്റെ ലെങ്ത്ത്, ഒരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. അതാണ് ഈ വെക്റ്ററിൻ്റെ എന്ത്? മാഗ്നിറ്റ്യൂഡ്. ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് അത് ഏത് ഡയറക്ഷനിലേക്കാണ് പോയത്. എ വെക്റ്റർ ഈസ് റിട്ടൺ വിത്ത് ആൻ ആരോ ഓവർ ദി ലെറ്റർ റെപ്രസെൻറ്റിംഗ് ദി വെക്റ്റർ. ഫോർ എക്സാമ്പിൾ എ. നോക്കൂ, ഇവിടെ എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ട്, ഈ ആരോ മാർക്ക് എയുടെ മുകളിലാണ് കേട്ടോ വരേണ്ടത്. നോക്കി ഇവിടെ കണ്ടോ, എയുടെ മുകളിൽ ഒരു ആരോ മാർക്ക്, അതാണ് വെക്റ്റർ എ എന്ന് പറയും നമ്മളതിനെ. ഓക്കെ, ഇത് ഈ വെക്റ്ററിന് എ എന്ന് പറയണമെങ്കിൽ എ അതിൻ്റെ മുകളിലാണ് കേട്ടോ ആരോ മാർക്ക്. നോക്കിയത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ കണ്ടോ, എ മുകളിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണത്. മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻ്റ് ചെയ്യണത് നോക്കിയേ മോഡുലസിൻ്റെ ഉള്ളിലും. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ട് വെക്റ്റേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ നോക്കിയേ, വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി, രണ്ട് വെക്റ്റർ കാണിച്ചിട്ടുണ്ട്. ഹാവ് ദി സെയിം ഡയറക്ഷൻ, രണ്ടുപേരും ഒരേ ഡയറക്ഷനിലേക്കാണ് പോണത്. പക്ഷെ എന്താണ്, അവർക്ക് മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. ഇത് എക്കല്ലേ കുറച്ചുകൂടി കൂടുതൽ നീളം, അപ്പോൾ എക്കാണ് കൂടുതൽ മാഗ്നിറ്റ്യൂഡ്, ബിയുടെ മാഗ്നിറ്റ്യൂഡ് കുറവാണ്. പിന്നെ രണ്ടുപേരും എന്താണ്, സെയിം ഡയറക്ഷനിലേക്കാണ്. ഇവിടെ നോക്കൂ, ഡയറക്ഷൻ വ്യത്യാസമാണ്, പക്ഷേ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. രണ്ടിനും ലെങ്ത്ത് സെയിം ആണ്. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ എന്നാൽ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആണ്.
മൂന്നാമത്തെ കേസ് നോക്കിയേ, ലെങ്ത് മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് വെക്ടറും എന്താണ്, ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ആദ്യത്തെ കേസ് നോക്കൂ, ഡയറക്ഷൻ സെയിം ആണ് പക്ഷെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് വെക്ടറും ഈക്വൽ അല്ല. പിന്നെ രണ്ടാമത്തെ കേസ് നോക്കൂ, രണ്ട് വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് പക്ഷെ ഡയറക്ഷൻ സെയിം അല്ല. അതുകൊണ്ട് അതെന്താണ്, അതും ഈക്വൽ അല്ല. മൂന്നാമത്തത് നോക്കൂ, മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, ലെങ്ത്തും ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ രണ്ട് വെക്ടറും ഈക്വൽ ആണ്. ഓക്കെ, two vectors are said to be equal if their magnitude are equal and they point in the same direction. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കണം. This means that all vectors which are parallel to each other have the same magnitude and point in the same direction are equal. കണ്ട, പാരലൽ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, രണ്ട് വെക്ടർ ഈക്വൽ ആവണമെങ്കിൽ ഈ രണ്ട് പോയിന്റ് ഓർത്ത് വെക്കണം. നെക്സ്റ്റ്, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, only vectors of same kind can be added. അതായത് ഈക്വൽ വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. നോക്കൂ, വെക്ടർ എ ഈ ഡയറക്ഷനിലേക്ക് ക്ലോക്ക് വൈസ്, വെക്ടർ ബി അതേപോലെ തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക്, കണ്ടോ, സെയിം ഡയറക്ഷനിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഈ രണ്ട് വെക്ടർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാവും, ആദ്യത്തെ വെക്ടറിലെ എ അതിൻ്റെ ഡയറക്ഷനിലേക്ക് റിസൾട്ട് ആയിട്ടുള്ള വെക്ടർ കിട്ടുക, എ പ്ലസ് ബി. അത് നോക്കൂ, വെക്ടർ എ ഇങ്ങോട്ട്, വെക്ടർ ബി, ദെൻ റിസൾട്ടൻ്റ് വെക്ടർ, രണ്ട് വെക്ടറുടെ കൂട്ടി കിട്ടുന്ന റിസൾട്ട്, ആ വെക്ടർ ഇങ്ങനെ, അതായത് ഫസ്റ്റത്തെ വെക്ടറിൻ്റെ ഡയറക്ഷനിലേക്ക് എ പ്ലസ് ബി. സബ്ട്രാക്ഷൻ്റെ കേസിൽ നോക്കൂ, രണ്ട് വെക്ടേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ സബ്ട്രാക്ഷൻ നടക്കും. വെക്ടർ എ ദെൻ വെക്ടർ ബി, ദെൻ റിസൾട്ടൻ്റ് വെക്ടർ എന്താണ്, എ മൈനസ് ബി. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇതിനെ കൂട്ടിക്കിട്ടുന്നതിൻ്റെ ഒരു ലോ പറയും, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സ്. നോക്കൂ, ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ രണ്ട് സൈഡായിട്ട് നമ്മൾ എടുക്കാം, ആൻഡ് ദ റിസൾട്ടൻറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ദി തേർഡ് സൈഡ് എ പ്ലസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി. ഉത്തരം കിട്ടുന്ന റിസൾട്ടൻറ്റ് വെക്ടർ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡായിട്ട് എടുക്കാം എങ്കിൽ നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് കോൾഡ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, ഫിഗർ ഓർത്ത് വെക്കാം. ദെൻ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പാരലലോഗ്രാം എന്താണ്, നാല് സൈഡ് ഉണ്ടാവും, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ നോക്കിയേ, ഇവിടെ നോക്കൂ, പി ക്യു ഒരു വെക്ടർ, ദെൻ ഈ ഒരു വെക്ടറിൻ്റെ ഇവിടെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു, ട്രയാങ്കിൾ കിട്ടാൻ വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ റിസൾട്ടൻ്റ് വെക്ടർ പി ആർ. അപ്പോൾ എന്തായി, ഒരു പാരലലോഗ്രാമിൻ്റെ ഡയഗണലാണ് നമ്മൾ റിസൾട്ടൻ്റ് വെക്ടറായിട്ട് എടുക്കുന്നത്. ഇത് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ഈ ഡയഗണൽ എലമെൻറ്റ്, ഡയഗണൽ ലൈൻ്റെ നോക്കി നമുക്ക് കിട്ടണം. നോക്കി, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു കോസ് തീറ്റ. എ സ്ക്വയർ എന്ന് പറയുന്നത് ഈ പി ക്യു എന്ന് പറയുന്ന വെക്ടറാണ് എ. ദെൻ ബി എന്ന് പറയുന്നത് എന്താണ്, നോക്കി, ക്യു ആർ ആണെന്ത്, ബി ആയിട്ട് എടുക്കുന്നത്. അതായത് ഈ സൈഡും എ ആണ് ലെങ്ത്ത്, ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ ലെങ്ത്ത് ബി ആണ്. അതാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു കോസ് തീറ്റ. തീറ്റ നോക്കൂ, നമ്മൾ ഈ ലൈൻ ഈ വെക്ടർ എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു വെക്ടർ. ഇപ്പോൾ ഇവിടെ ട്രയാങ്കിൾ കിട്ടി, നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി, അവിടെ ഫോം ചെയ്തിരുന്ന ആംഗിളാണ് എന്ത്, തീറ്റ. ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ദെൻ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യണത് നമ്മൾ പഠിച്ചു, രണ്ട് വെക്ടേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണത് പഠിച്ചു. അതിനെന്ത് നമ്മൾ പറഞ്ഞു, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്നും പറഞ്ഞു. ഇവിടെ നോക്കിയേ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടാർ ബൈ എ സ്കെയിലർ. അതായത് ഒരു വെക്ടർ എ, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് സ്കെയിലാർ വെച്ചിട്ട്. ഇപ്പോൾ കെ ആണ് സ്കെയിലാർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ 1 2 3 4 ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് കേട്ടോ കെ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദ പ്രൊഡക്റ്റ് ഈസ് എ വെക്ടർ ഹ്യൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കെ ടൈംസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. അതായത് എ ഇൻറ്റു കെ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മോഡുലസ് എ ഇൻറ്റു കെ. കെ ഇപ്പോൾ 2 ആണെങ്കിൽ 2 ഇൻറ്റു മോഡുലസ് എ. അതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, നോക്കൂ, ഇഫ് കെ ഈസ് നെഗറ്റീവ്, കെ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്,
ആ ഉണ്ടായിരിക്കുന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റാണ്. ഒറിജിനൽ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റാണ്. കെ പോസിറ്റീവ് ആണെങ്കിൽ ഡയറക്ഷൻ ഒറിജിനൽ ഡയറക്ഷൻ്റെ സെയിം ആണ്. നോക്കൂ, വെക്റ്റർ 3a ഈസ് ത്രൈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. എയുടെ 3 മടങ്ങാണ് എന്ത്? വെക്റ്റർ 3a എന്ന് പറയണത്. ഡയറക്ഷൻ സെയിം ആണ്. അപ്പോൾ അവിടെ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് 3a. പക്ഷെ ഇവിടെ -3യുടെ കേസിൽ നോക്കൂ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. വെക്റ്റർ എയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പം -3a. ഓക്കെ, നോക്കൂ ഇവിടെ കണ്ടോ, സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റേഴ്സ്. ദ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് 2 വെക്റ്റേഴ്സ് a and b ഈസ് റിട്ടൺ as a dot b. സ്കെയിലാർ പ്രൊഡക്റ്റ് തന്നെയായിട്ട് റിട്ടേൺ ചെയ്യുന്നത് a dot b. നോക്കൂ ഇവിടെ നോക്കൂ, വെക്റ്റർ എ നമ്മൾ ഇതാണ് വെക്റ്റർ എ, വെക്റ്റർ ബി. ഇവിടെ നമ്മൾ ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇപ്പോൾ റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ ആയിട്ടോ ഇത്. ഇവിടെ തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് വെക്റ്റർ എ, വെക്റ്റർ ബി. സ്കെയിലാർ പ്രൊഡക്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ഡോട്ട് ബി ആൻഡ് ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. എന്താണ്? എ ബി, ഈ ആംഗിൾ തീറ്റ, എ ബി കോസ് തീറ്റ. ഓക്കെ, ബി കോസ് തീറ്റ ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ബി അലോങ് വെക്റ്റർ എ. അതായത് ഇവിടെ ബി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ബി അലോങ് എ. ഓക്കെ, യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്റർ ഹാസ് യൂണിറ്ററി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഹാസ് എ സ്പെസിഫൈഡ് ഡയറക്ഷൻ. യൂണിറ്റ് വെക്റ്ററിനും ഇതേപോലെ മാഗ്നിറ്റ്യൂഡും എന്തുണ്ട്? ഡയറക്ഷനും ഉണ്ട്. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്സ് ഇല്ല ആൻഡ് നോ ഡയമെൻഷൻസ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപ്പ്. ഇത് നോക്കിയൊരു എക്സാമ്പിൾ കെ ക്യാപ്പ്. ഈ സിമ്പിളാണ് ക്യാപ്പ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. വെക്റ്റർ എ ഇൻറ്റു കെ ക്യാപ്പ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളത് നമുക്ക്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഒന്നും കൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. കണ്ടോ, മെഷർമെൻറ്റ് എന്താണെന്ന് നമ്മൾ നോക്കി അല്ലേ. യൂണിറ്റിന് മുമ്പ് നമ്മൾ മെഷർമെൻറ്റ് എന്താണെന്ന് പഠിച്ചു. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 2 തരം, ബേസ് ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നോക്കി. യൂണിറ്റ് എന്താണെന്നുള്ളത് നോക്കി. നെക്സ്റ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ യൂണിറ്റ് MKS സിസ്റ്റം. അതെന്താണെന്ന് നമ്മൾ പഠിച്ചു. 7 ബേസിക് യൂണിറ്റ്സ് നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ അതിന് കുറച്ച് എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചു. പിന്നെ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു. പിന്നെ വെക്റ്റേഴ്സ് എന്താണ്, സ്കെയിലേഴ്സ് എന്താണെന്ന് പഠിച്ചു. പിന്നെ 2 വെക്റ്റർ നമ്മൾ ഈക്വൽ ആവണമെങ്കിൽ എന്ത് കേസ് ഏതാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെന്താണ് പാരലൽ റോ ഓഫ് വെക്റ്റർ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സ്കെയിലാർ പ്രൊഡക്റ്റ്, ഡോട്ട് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് യൂണിറ്റ് വെക്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ള ഫിസിക്സിൻ്റെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.